നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജീവിതം അത്ര സിമ്പിളാണോ? എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തരുടെ ജീവിതവും ഭയങ്കര സിമ്പിളാണ്. ഓരോ ജീവിതത്തിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്, ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഓരോരോ ആൾക്കാരെ സന്തോഷിപ്പിക്കാനുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ജീവിതം നമ്മൾ ജീവിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പം എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ ഈ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നൊരു സുഖവും അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പാട്ടൊക്കെ പാടി ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കുക്ക് ചെയ്ത് ലാസ്റ്റ് ആ ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും അതിനും ഒരു പ്രത്യേക രുചിയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ പോളണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളാരും പ്ലാൻ ചെയ്തൊന്നുമല്ല. പ്രിൻസിനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നു. ആ വഴി ഞങ്ങൾ ഈ കൂട്ടുകാരൻ്റെ കസിൻ്റെ വീട്ടിലും വന്നു. സോ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കുറേ കൂട്ടുകാരെയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവർ കുക്ക് ചെയ്ത് തരേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇവിടെ നമ്മളെ സ്റ്റേജ് നിർത്തേണ്ട ആവശ്യമോ ഒന്നുമില്ല. സോ അതിന് മെയിനായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് സൗഹൃദം തന്നെയാണ്. ഇവരും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്, പക്ഷേ നമുക്ക് ഇവർ കുക്ക് ചെയ്തു തരുന്നു. ഇവരും ഉറങ്ങാതിരുന്ന് നമ്മളോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിന് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് സൗഹൃദം തന്നെയാണ്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, അതായത് ഒരു പ്രായം കഴിഞ്ഞ ഒരാളോ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആൾക്കാരായിട്ടോ സൗഹൃദം നമുക്ക് കൂടാൻ പറ്റും, ഫ്രണ്ട്ഷിപ്പ് ആകാൻ പറ്റും. ചിലപ്പോഴൊക്കെ വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വന്തം തരക്കാരായിട്ടുള്ള സൗഹൃദം മാത്രം മതി, പ്രായമുള്ളവരുടെ കൂടെയോ അല്ല പ്രായം കുറഞ്ഞ ആൾക്കാരുടെ കൂടെയോ വേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ അതിലൊന്നും അല്ല കാര്യം. നമ്മളോട് അവരെങ്ങനെ പെരുമാറുന്നു, തിരിച്ച് നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിലാണ് കാര്യം. എന്തൊക്കെയാണെങ്കിലും ഈ പോളണ്ട് ട്രിപ്പിൽ കുറേ കൂട്ടുകാരെ കിട്ടി, കുറേ കഥകൾ കേട്ടു, കുറേ ആൾക്കാരുടെ വിഷമങ്ങൾ കേട്ടു. എന്തൊക്കെയാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രണയിനി